ഈ ജിസയിലുണ്ടായിരുന്നു, റെനി ഉണ്ടായിരുന്നു, ശൈത്യ ഉണ്ടായിരുന്നു. ഇവൻ ആരുടെ ഹൊറർ മൂവിന്റെ രാജാവാ. അല്ല മനസ്സിലാകാതെ എന്നിട്ട് ഇവരെ പേടിപ്പിക്കുമല്ലോ. പേടിപ്പിക്കുമ്പോൾ ഇവരെല്ലാം ലെവലും എമ്മാതിരി ആള്. എടാ മോനെ ആര്യ, നമ്മളും കുറെ തിന്നിട്ടൊക്കെയാണ് വന്നിട്ടാ. നീ മാത്രല്ല, നീ ഹൊറർ മൂവി പറഞ്ഞ് പെണ്ണുങ്ങളെ പേടിപ്പിക്കുക, എന്നിട്ട് അവിടെ കിടന്നിട്ട് നീ ഇങ്ങനെ കൊള്ളാം. എന്റെ ഭഗവാനെ, ബിഗ് ബോസ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ടിട്ട് കാണേണ്ട ഗതികേടാണ് ഇപ്പോഴ്. അതായത് വീട്ടിലിരുന്നിട്ട് മര്യാദയ്ക്ക് ബിഗ് ബോസ് കാണാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, മക്കളും അതുപോലെ തന്നെ അമ്മയും ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുമല്ലേ. ഇതൊരു ഫാമിലി ഷോ ആണല്ലോ എന്ന് കരുതിയിട്ടാണ് കാണാൻ ഇരുന്നത്. എൻ്റെ ചെങ്ങായിമാരെ, അതിൻ്റെ അകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ കണ്ടപ്പോഴേ ശരിക്കും തൊലി ഒരിഞ്ഞു പോകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അമ്മാതിരി കൂതറ സ്വഭാവങ്ങളുള്ള കുറേ എണ്ണമാണ് ഞാൻ പറയുള്ളൂ. അതായത് ഇന്ന് അനുമോള് എല്ലാം എല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഒരു 2-3 ദിവസം മുമ്പ് കണ്ടൊരു സംഭവമാണ്. അതായത് പുതപ്പിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഈ നമ്മുടെ ആര്യനും അതുപോലെ തന്നെ ജിസയിലും അവർക്ക് 2 പേർക്കും അതിനൊരു പരാതിയോ ഒരു കുഴപ്പമില്ല. കാരണം എന്താ, അവർ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് തന്നെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ജനങ്ങളുടെ മുന്നിലൂടെ പോകുക, അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവായാലും പോസിറ്റീവായാലും വാങ്ങിക്കുക, എങ്ങനെയെങ്കിലും ഒരു 100 ദിവസം അല്ലെ 80 ദിവസം ഇവിടെ നിൽക്കുക. ഇത് തന്നെയാണ്. അല്ലാതെ ജനങ്ങളുടെ വോട്ട് കൊണ്ടൊന്നും ഈ ആര്യനായാലും അതുപോലെ ജിസയിലായാലും ഒന്നും നിൽക്കാൻ പോകുന്നില്ല. ബിഗ് ബോസിനും അത് തന്നെയാണ് വേണ്ടത്. കാരണം ഏത് സിനിമയായി കഴിഞ്ഞാലും ഇച്ചിരി മസാലയും ഇച്ചിരി കടുകൊക്കെ ഇല്ലെങ്കിൽ ആ ഒരു ഇത് ഗുണമുണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ബിഗ് ബോസും. അപ്പൊ ഏതായാലും അനുമോൾ ഇന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയി നോക്കുമ്പോഴേ 2 പേരും പുതപ്പിന്റെ ഉള്ളിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എണീച്ചപ്പോഴേ ഇതൊക്കെ നേരെയാക്കിയിട്ടാണ് ജിസയിൽ പുറത്തു വരുന്നതെന്ന് കണ്ടപ്പോഴേ നമുക്കറിയാലോ, പുതപ്പിന്റെ ഉള്ളിൽ ആരും സോപ്പ് പണിക്കാൻ പോകത്തില്ല, അല്ലെങ്കിൽ പഞ്ചസാര പണിക്കാൻ പോകത്തില്ല, അല്ലെങ്കിൽ മല്ലിയും മുളകും പണിക്കാൻ ആരും പുതപ്പിന്റെ ഉള്ളിൽ പോവില്ലല്ലോ. അത് നിങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ. ഇതൊന്നും നമ്മളോട് ഇങ്ങനെ നിങ്ങൾ ഓപ്പണായി പറയണ്ട. പുതപ്പിന്റെ ഉള്ളിൽ നമ്മൾ എന്തിനാണ് കൂടിയത്? ഹൊറർ കഥ പറയാനാണ്, പ്രേത കഥകൾ പറയാനാണെന്നാണ് ആര്യം പറഞ്ഞത്. അപ്പൊ പ്രേതകഥ പറയുമ്പോൾ ഇവരിൽ ഇങ്ങനെ ഞെട്ടി പറക്കും പോലും. അതാണ് ഈ അനക്കം കാണുന്നതെന്ന് ആര്യം പറയുന്നത്. പുതപ്പിൻ്റെ ഉള്ളിൽ എന്നാ ഇങ്ങനെ അനക്കം കാണുന്നതെന്ന് ചോദിച്ചപ്പോഴേ ഹൊറർ കഥ പറയുമ്പോൾ നമ്മൾ ഞെട്ടി പറക്കും. അപ്പോഴാര്യം വേറൊരു കഥയും കൂടി പറഞ്ഞു. എൻ്റെ കൂടെ ശൈത്യ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ റെന ഫാത്തിമ ഉണ്ടായിരുന്നു. എത്ര സത്യാന്ന് ഞാൻ പറയുന്നത്. ഇതേ ട്രെയിനും വന്നു ആ സമയത്ത്. അയ്യോ കഷ്ടം, എന്തോരം ജനങ്ങളാ നോക്കണം നിന്നിട്ട് പോകുന്നത്. ഒരു 2 കോച്ചല്ലേ എക്സ്ട്രാ കൊടുത്തുകൂടെ? എന്നാൽ കഷ്ടം തന്നെയായിരുന്നു. ഈ വൈകുന്നേരം ആകുമ്പോഴേ ഈ മഴയത്ത് ഇങ്ങനെ നിന്നിട്ട് കഷ്ടപ്പെട്ടു പോകുന്ന ജനങ്ങളെ കാണുമ്പോൾ ഫുള്ളാണ് ട്രെയിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, വൈകുന്നേരം മുഴുവൻ എന്ന് പറഞ്ഞ് ഇതിനെ പറ്റിയിട്ടുള്ളൊരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ ഇതെല്ലാം വെളിയിലെടുത്താൻ കിട്ടു. ഇതെല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പഞ്ചാബിൽ നിന്ന് വന്ന ജിസയിലിൻ്റെ നാട്ടുകാരൊന്നും ഇങ്ങനെ നോക്കുന്ന ടീമൊന്നും അല്ല. അതുകൊണ്ട് അതൊന്നും പ്രശ്നവുമല്ല. പിന്നെ ജിസയിലാണെങ്കിൽ ഒരു മോഡലാണ്. ജിസയിലിനെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ ആര്യനാണെങ്കിലും ശരി, അതൊന്നും ഒരു വിഷയമല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വേറെ ഏതും ആണെങ്കിലും ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ആര്യൻ്റെയും ജിസയിലിൻ്റെയും വലയിൽ വീണത് ഈ റെന ഫാത്തിമയും അതുപോലെ തന്നെ ഈ എന്താ പറയുക ശൈത്യയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് നെഗറ്റിവിറ്റി ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേരും പറഞ്ഞിട്ട് അനുമോളെ നെഗറ്റീവ് ആക്കാനാണ് തീരുമാനമെങ്കിൽ എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ, നിങ്ങളെ എല്ലാവരെയും അവിടെ നെഗറ്റീവ് ആക്കും പ്രേക്ഷകർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇന്ന് ഈ അനുമോള് ഈ ഒരു കഥ പറഞ്ഞപ്പോഴേ എല്ലാ പ്രേക്ഷകരും അനുമോളുടെ സൈഡിലാണ് നിന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ കിടന്നാലെന്താ, ഇങ്ങനെ നിന്നാലെന്താ, ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാ, ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ കിടന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഇതേ ചോദ്യം ചോദിച്ചേ ഒരുപാട് ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്. അവരൊക്കെ നിങ്ങൾക്കറിയാലോ, അവരൊക്കെ എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്നതിനായാലും എന്തെന്നായി കഴിഞ്ഞാലും കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പാലിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയേണ്ടത്, തോന്നിയതുപോലെ ഇതൊരു ഷോയാണ്. എന്നിട്ട് പിന്നെ പറയാ ഇതൊരു ജീവിതമുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജീവിതമുണ്ട്. അറിയാ എല്ലാവർക്കും ജീവിതം. എന്ത് മാങ്ങാത്തൊലി ജീവിതമാണ് പറയുന്നത്. അതാ എനിക്ക് മനസ്സിലാക്കാത്തത്. അവിടെ ഇത്രയും ആൾക്കാരില്ലേ, ഇത്രയും ആൾക്കാർ എന്താ പുതപ്പിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഹൊറർ മൂവി പറയാല? അല്ല, എനിക്ക് അറിയാതുകൊണ്ടിരിക്കുന്നതാണ്. ഇതെന്താ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഹൊറർ മൂവി പറയാനാ? നിങ്ങൾക്ക് ഹൊറർ മൂവി പറയാൻ ഈ പുതപ്പിൻ്റെ ഉള്ളിലേ കിട്ടിയില്ലോ, വേറെ ഏടിയും കിട്ടിയിട്ടില്ലേ? അല്ല, അറിയാതുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഹൊറർ മൂവി കേൾക്കാൻ പുതപ്പിൻ്റെ, നമ്മളൊക്കെ ഹൊറർ മൂവി കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ നമ്മൾ പുതപ്പിൻ്റെ ഉള്ളിലൊന്നും വേറെ ആരും ഉണ്ടാകാറുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇവിടെ ബിഗ് ബോസിൽ മാത്രം ഹൊറർ മൂവി കാണുമ്പോൾ പുതപ്പ് വേണം,
അവിടെ കിടന്നിട്ട് പിന്നെ ഇങ്ങനെ പേടിച്ച് ബെറക്കണം. ആ ബെറക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുണ്ടാകൂ. അതാണ് ഞങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പഞ്ചസാരയാണോ തിന്നുന്നത്? അരിയാഹാരമല്ലേ? മറ്റേതെല്ലാം ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനായി. അതായത് ഞങ്ങൾ അരിയാഹാരം തിന്നുന്നവരൊക്കെ ഇങ്ങനെ. അതൊന്നുമല്ല ഇപ്പോൾ ഞങ്ങൾ തിന്നുന്നത് അരിയാഹാരം തന്നെയാണ്. ഞങ്ങൾക്കറിയാം പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടല്ല എല്ലാവരും ഹൊറർ മൂവി കാണുന്നത് എന്ന്. അതിൻ്റെ അകത്ത് നിങ്ങൾ എന്തിനു കയറി? എടാ നിങ്ങളൊക്കെ കുട്ടികളാന്ന്, ശരിയാന്ന്. നിങ്ങൾക്കൊക്കെ ചില ചാബല്യങ്ങൾ ഉണ്ടാകും. കാരണം കാമക്കടുവകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് ജീവിതമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാക്കരുത്. അനുമോൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അനുമോളുടെ ഒരു ഫാനായി കഴിഞ്ഞായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത്രയും ആൾക്കാർ കാണുന്ന, കുഞ്ഞുങ്ങൾ വരെ കാണുന്ന ഷോയിൽ അവിടെ വന്നിട്ട് ഓരോരുത്തരുടെ തെറിയും അതുപോലെ അവൻ്റെ ഹൊറർ മൂവി കാണൽ. കുട്ടികളോടല്ല ഇന്ന് നമ്മളിങ്ങനെ എന്താ പറയേണ്ടത്? ഇതെങ്ങനെയാണ് മമ്മി ഹൊറർ മൂവി കാണുമ്പോൾ കട്ടിലനങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോടെ. എന്തോന്നടേ ഇത് എത്ര ആൾക്കാരോടെ മറുപടി പറയേണ്ടത്? ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് തന്നെ പറഞ്ഞു, ചേട്ടാ ഇതൊന്ന് റിയാക്ട് ചെയ്യ്, ചേട്ടാ ഇതൊന്ന് റിയാക്ട് ചെയ്യ്. എൻ്റെ മക്കൾ ചോദിക്കുന്നു ചേട്ടാന്ന്. അവരോട് എന്ത് സമാധാനം പറയും? ഹൊറർ മൂവി കാണുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാനാണ്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ട് എൻ്റെ പൊന്ന് ബിഗ് ബോസ് ടീമേ, നിങ്ങൾ കാണുന്നത് നിങ്ങൾ കണ്ടോ. ഈ ജനങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അനുമോളൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം എന്താ പറയുക, ഇതൊക്കെ ഇങ്ങനെ പൊളിച്ചു കൊടുക്കണം അനുമോളെ. ഇത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ അവിടെ കിടന്ന് തെണ്ടിത്തരം കാണിച്ചിട്ട് ജനങ്ങളെ എന്താ പറയേണ്ടത്, വിഡ്ഢികളാക്കിയിട്ട് പറയുക, ന്യായീകരിക്കുകയാണ്. ഹൊറർ മൂവി കാണുക, ഹൊറർ മൂവി എന്താ അതിൻ്റെ ഉള്ള സിനിമയാണോ ഉള്ളത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ വേറെ ഒരുത്തം ഓൻ തന്നെ പറയാ, ജിസയിൽ ഇങ്ങനെ ആക്കിയത് ആരെല്ലോ വരുമ്പോൾ എല്ലാവരും ഉറങ്ങി എണീച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആക്കും പോലും ആയിരുന്നു. നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ ആക്കുമോ. നിങ്ങളെല്ലോ എല്ലാവരും ഇങ്ങനെ ആക്കിയിട്ട് അവരും വരുക. എന്തോ ഒരു വർത്താനം ഇവനൊക്കെ പറയുന്നത്. എന്തിനാ ഇവനൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി കിടക്കുന്നത്? അതാ ഞാൻ ആലോചിക്കുന്നത്. ഇവനെന്താ അവിടെ എല്ലാവരും കിടക്കുന്നവരെ കിടന്നൂടെ? വേറെയും പറയാനുണ്ട്. അത് നാളെ പറയുമായിരുന്നു. കാരണം അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള കാമക്കടുവകളാണ് അതിൻ്റെ അകത്തുള്ളത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അല്ലാതെ എന്ന് പറഞ്ഞാൽ യുവമാരൊന്നും പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്നതിൽ കളിക്കാനൊന്നും പോയതല്ല. ഇങ്ങനെ ലക്ഷ്യമുള്ള കുറേ ടീമുകളുണ്ട്. അത് ഏതായാലും അനുമോളെ പോലെയുള്ള ആൾക്കാർ വേണം ഇത് വെളിച്ചത്ത് കൊണ്ടുവരാൻ. എൻ്റെ അനുമോളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടല്ലോ. ചിലപ്പോഴും നിന്നെ അവിടെ കിടന്ന് യുവമാരിലെ ഒറ്റപ്പെടുത്തും. യുവമാരിലെ നിന്നൊക്കെ ചിലപ്പോൾ പൊരിക്കും ഇവരൊക്കെ. പക്ഷെ എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, പ്രേക്ഷകർ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ജിഷിൻ, ഇതുപോലെ കളിക്കണം മോനെ, ഇതാണ് വേണ്ടതായിരുന്നു. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ നിൻ്റെ ദപസാന്ന്. നീ അങ്ങ് താണ്ടവാട്. ഇങ്ങനെയുള്ള ഈ എന്താ പറയുക ആര്യനെ പോലെയുള്ള അഹങ്കാരികളെ, ജിസൈൽ, ആര്യൻ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ബിഗ് ബോസിനൊരു കുറ്റവും ഇല്ല. നേരെ ഇഷ്ടായാലും ഈശ്വര. ഇനിയിപ്പോൾ കുറേ കാര്യങ്ങളോട് പറയാനും ഉണ്ടായിരുന്നു. പനിയെല്ലാം കാണുമ്പോൾ അവിടെ ഒരു ഹൊറർ മൂവി ഉണ്ടേ. എനിക്ക് ആകെ ഡൗട്ടാകുന്നായിരുന്നു. കാരണം വെച്ചാൽ പനേൻ്റെ തുമ്പത്താന്ന് യക്ഷി എന്നെല്ലാം പറയുന്നത് കേൾക്കാറുണ്ട്. ഇനി ഈടെ ആയിരിക്കും വല്ല ഹൊററോ ഉണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും പോകാനായിനി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ ഹൊറർ മൂവി കാണാൻ ആരും ഇതിൻ്റെ ഉള്ളിൽ കയറരുത്. ഇനിയിപ്പോൾ ആര്യനും അപ്പാനിയും പണം കയറിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിസയിലുണ്ടായിരുന്നു, റെനി ഉണ്ടായിരുന്നു, ശൈത്യ ഉണ്ടായിരുന്നു. ഇവൻ ആരുടെ ഹൊറർ മൂവിൻ്റെ രാജാവാ. അല്ല മനസ്സിലാക്കുക. എന്നിട്ട് ഇവരെ പേടിപ്പിക്കുമല്ലോ. പേടിപ്പിക്കുമ്പോൾ ഇവരെല്ലാം ലെവലും എമ്മാതിരി ആള്. എടാ മോനെ ആര്യ, നമ്മളും കുറേ തിന്നിട്ടൊക്കെയാണ് വന്നിട്ടാ. നീ മാത്രമല്ല, നീ ഹൊറർ മൂവി പറഞ്ഞ് പെണ്ണുങ്ങളെ പേടിപ്പിക്കുക. എന്നിട്ട് അവിടെ കിടന്നിട്ട് നീ ഇങ്ങനെ കൊള്ളാം. നന്ദി, നമസ്കാരം.